പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പത്രവാർത്തകളിലൂടെ വളരെ വേഗം ഒന്ന് സഞ്ചരിച്ചു വരാം. ഒരോട്ടപ്രദക്ഷിണം. പ്രധാനമായും ഇന്നത്തെ പത്രങ്ങൾ ഇന്നലത്തെ വാർത്താ ദിനത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ലീഡ് വാർത്തകൾ പല പത്രങ്ങൾക്കും പലതാണ്. മനോരമയുടെ പ്രധാനപ്പെട്ട ലീഡ് PSC അംഗങ്ങളുടെ ശമ്പള വർധനയാണ്. വെറും 1.5 ലക്ഷം 1,60,60,000 രൂപ എന്ന തലക്കെട്ടാണ് മനോരമ നൽകുന്നത്. മാതൃഭൂമിയുടെ ലീഡ് കടലോളം ആശങ്ക, കടൽമണൽ ഖനനം, കേരളത്തിന്റെ കത്തിന് മറുപടിയില്ല എന്ന വാർത്തയാണ് ലീഡാക്കിയിരിക്കുന്നത്. മാധ്യമത്തിന്റെ ലീഡ് ഇടഞ്ഞ് ഗവർണർ, തിരുത്തി സർക്കാർ എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ UGC വിരുദ്ധ കൺവെൻഷനിൽ എതിരെ എന്നുള്ളൊരു വാക്ക് മാറ്റിയിട്ടുണ്ട് സർക്കാർ. അതാണ് മാധ്യമം ലീഡാക്കിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ ലീഡ് കേരളത്തിന് ഓട്ടക്കാലണ തന്നെ, വീണ്ടും ചതി എന്നുള്ളതാണ്. ദ ഹിന്ദു പത്രത്തിന്റെ ലീഡ് ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ വാർത്തകളെല്ലാം വളരെ വേഗം ഒന്ന് പരിശോധിച്ചു പോകാം. മലയാള മനോരമയിലേക്ക് എത്തിയാൽ PSC അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടി മന്ത്രിസഭ. ഓണറേറിയം വർധനയും 5 ലക്ഷം രൂപ വിരമിക്കൽ ധനസഹായവും ആവശ്യങ്ങളുമായിട്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ചിത്രവും വെച്ചുകൊണ്ടാണ് ഈ പത്രം ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. വർധന വെറും 1,60,000 രൂപ. ആശാവർക്കർമാർക്ക് തുച്ഛമായ വേതന വർധന അനുവദിക്കാത്തതും ഇതേ സർക്കാർ. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് CPI സർവീസ് സംഘടനയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പുറത്ത് തുച്ഛമായ വേതന വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 7,000 രൂപയിൽ നിന്ന് 21,000 എന്ന് പറയുന്നെങ്കിലും ഒരു 12,000-ഓ 14,000-ഓ കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. അവിടെ 7,000 രൂപയുടെ വർധനവെങ്കിലും വേണമെന്ന് ആശാവർക്കർമാർ പറയുമ്പോഴാണ് 1,60,60,000 രൂപ PSC അംഗങ്ങൾക്കും PSC ചെയർമാനും കൂട്ടിയിരിക്കുന്നത് എന്നാണ് പത്രം പറയുന്നത്. സർക്കാർ ജീവനക്കാർക്ക് 21% ക്ഷാമബത്ത കുടിശ്ശികയാണ്. 3% ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും പിന്നെയും 18% ബാക്കി. അനുവദിച്ച 2 ഗഡു DAയുടെ 39 മാസത്തെ വീതം കുടിശ്ശികയും നൽകിയിട്ടില്ല. ക്ഷേമ പെൻഷനിലുമുണ്ട് കുടിശ്ശിക. സ്കൂൾ പാചക തൊഴിലാളികൾക്കും സ്പോർട്സ് കൗൺസിൽ പരിശീലകർക്കും 3 മാസമായി വേതനമില്ല. കരാറുകാർക്ക് 10,000 കോടിയിലേറെ നൽകാനുണ്ട്. വകുപ്പുകളുടെ പദ്ധതി വിഹിതം 50% വെട്ടിക്കുറച്ചു. ആഭ്യന്തര വകുപ്പ് പണം നൽകാത്തതിനാൽ സെക്രട്ടേറിയറ്റിന് വെളിപ്പുറത്തുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 3 മാസമായി ഫോൺ പോലും പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വർധന വെറും 1.6 ലക്ഷം എന്ന് പറയുന്നത്. PSC അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടിയത്. ഈ വിഷയത്തിൽ ഇപ്പോൾ CPIയുടെ സർവീസ് സംഘടന സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന് പറയുന്നുണ്ട്. 6 വർഷം കാലാവധിയുണ്ട് ഈ PSC അംഗങ്ങൾക്ക്. സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്ന തീരുമാനമാണിതെന്ന് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ പോലും കുറ്റപ്പെടുത്തി. സർക്കാർ മുൻഗണനകൾ മാറി പ്രവർത്തിക്കരുതെന്ന് ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തുവെന്ന് പത്രം പറയുന്നുണ്ട്. 2016 ജനുവരി മുതൽ മുൻകാല പ്രാബല്യം വേണമെന്ന PSCയുടെ ആവശ്യം കൂടി അംഗീകരിച്ചാൽ 35 കോടി രൂപയിലേറെ കുടിശ്ശികയും സർക്കാർ നൽകേണ്ടി വരും. ചെയർമാന്റെ പെൻഷൻ 1.25 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായും അംഗങ്ങളുടേത് 1.2 ലക്ഷത്തിൽ നിന്ന് 2.25 ലക്ഷമായും വർദ്ധിക്കുകയും ചെയ്യും. വല്ലാത്ത വർധനയാണ് എന്നുള്ളതാണ് എല്ലാ നാട്ടുകാരെല്ലാവരും പറയുന്നത്. എന്തായാലും ചെറിയ വർധനയല്ല. 2.24 ലക്ഷം രൂപയിൽ നിന്ന് 3,87,000 രൂപയായിട്ട് PSC ചെയർമാൻ്റെ ശമ്പളം കൂടുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഫോട്ടോയും പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. നൻപകൽ നേരത്തു മയക്കം എന്ന അടിക്കുറിപ്പോടുകൂടി അതിരപ്പള്ളിയിൽ മയക്കുപൊടി കൊണ്ട ശേഷം മയങ്ങി നിൽക്കുന്ന നമ്മളുടെ അതിരപ്പള്ളി കൊമ്പനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുന്ന ഏഴാറ്റുമുഖം ഗണപതിയുടെ ചിത്രം ദൂരെ നിന്നെടുത്തിരിക്കുന്ന ഒരു വീഡിയോ ചിത്രത്തിൽ നിന്നാണ് അത് പകർത്തിയിരിക്കുന്നത്. നമ്മളടക്കം ഇന്നലെ സംപ്രേഷണം ചെയ്തതാണ്. ഇതിൻ്റെ മറ്റൊരു ആംഗിളിൽ നമ്മൾ നോക്കിയപ്പോൾ ഈ ഏഴാറ്റുമുഖ ഗണപതി ഇപ്പുറത്ത് നോക്കിയാൽ ഏഴാറ്റുമുഖ ഗണപതി തള്ളിയിടുന്നതായിട്ടാണ് തോന്നുക. പക്ഷേ ഈ ഏഴാറ്റുമുഖ ഗണപതി മയക്കുപിടി കൊണ്ട് മയങ്ങി നിൽക്കുന്ന നമ്മുടെ അതിരപ്പള്ളി കൊമ്പനെ ചേർത്ത് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്ന ഒരു ചിത്രമുണ്ട്. നൻപകൽ നേരത്തു മയക്കം എന്നുള്ളതാണ്. വല്ലാത്തൊരു കാഴ്ചയാണ്. 2 ആനകൾ തമ്മിൽ അത്രമേൽ ഇഷ്ടമായിരുന്നു അല്ലേ, കളിക്കൂട്ടുകാരെ പോലെ. പക്ഷേ ഒടുവിൽ ഗണപതിയെ വിട്ട് പോകേണ്ടി വന്നു അതിരപ്പള്ളി കൊമ്പന്. ഇപ്പോൾ കോടനാട്ടുണ്ട്. ഡൽഹി ഭരിക്കാൻ രേഖാ ഗുപ്ത എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രവേശ് വർമ്മ ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ ഇന്നാണ്. ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട രേഖാ ഗുപ്തയും ഉപമുഖ്യമന്ത്രി പ്രവേശ് വർമ്മയും BJP പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം മധുരം പങ്കുവയ്ക്കുന്ന ചിത്രവും പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. റോമിലെ ആശുപത്രിക്ക് പുറത്ത് പൂക്കൾ വെച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ നിലയിൽ നേരിയ പുരോഗതി എന്നാണ്. റോമിലെ ജമേലി ആശുപത്രിക്ക് പുറത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സൗഖ്യത്തിനായി ആശംസകളോടെ പൂക്കൾ അർപ്പിച്ച ചിത്രം, റോയിട്ടേഴ്സിന്റെ ഒരു ചിത്രം കൂടി മനോരമ പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. പണവും മദ്യവും കൈക്കൂലി. എറണാകുളത്തെ RTO പിടിയിലായിരിക്കുന്നു. 2 ഏജന്റുമാരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. TM ജേഴ്സൺ ഏജന്റുമാരായ രാമപ്പടിയാർ, സജി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റൂട്ട് പെർമിറ്റ് അനുവദിക്കാൻ പണവും മദ്യവും കൈക്കൂലി വാങ്ങിയ എറണാകുളം RTOയും 2 ഏജന്റുമാരും വിജിലൻസിന്റെ
കസ്റ്റഡിയിൽ. RTO TM ജെയ്സൺ, ഏജന്റുമാരായ സജി രാമപ്പടിയർ എന്നിവരെയാണ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചുരുട്ടി റബ്ബർ ബാൻഡിട്ട് കെട്ടുകളാക്കി സൂക്ഷിച്ച 64,000 രൂപയും അനധികൃതമായി സൂക്ഷിച്ച 49 കുപ്പി വിദേശ മദ്യവും വിജിലൻസ് കണ്ടെത്തി. ഈ ചങ്ങാതി എന്താണ് സ്വന്തമായിട്ട് ബ്യൂറേ ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോകുന്നത്? അപ്പോൾ മാതൃഭൂമിയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ലീഡ് വാർത്ത കടലോളം ആശങ്ക എന്ന തലക്കെട്ടിൽ കടൽ മണൽ ഖനനം കേരളത്തിന്റെ കത്തിന് മറുപടിയില്ല. മണൽ ഖനനം ഇവിടുത്തെ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കും, ജൈവ വൈവിധ്യവും തകർക്കും, ജീവനോപാധികൾ ഇല്ലാതാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ. വ്യാപന ഖനനമാണ് ഇന്തോനേഷ്യയിൽ സുനാമിയിലേക്ക് നയിച്ചതെന്ന് വിദഗ്ധർ. 30.24 കോടി ടൺ കരിമണലാണ് കടൽ മണൽ ഖനനത്തിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 242 ചതുരശ്ര കിലോമീറ്ററിൽ 3 ബ്ലോക്കുകളിലായി മണലെടുക്കാനാണ് പദ്ധതി. ആ പദ്ധതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള കേരളത്തിന്റെ കത്തിന് കേന്ദ്രം ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നു. കൊമ്പന് കാടിന്റെ തുണ എന്ന തലക്കെട്ടോടുകൂടി ഇന്നലെ ആ മുറിവേറ്റ കൊമ്പന്റെ മസ്തകത്തിന്റെ ആ മുറിവ് പത്രം ചിത്ര സഹിതം നൽകുന്നുണ്ട്. അത് നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. അത്ര വലിയ ഒരു പൊത്തുപോലെ, ഒരു മരത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പൊത്തുപോലെയാണ് ആനയുടെ മസ്തകത്തിൽ ആ മുറിവേറ്റിരിക്കുന്നത്. താങ്ങായി നൻപൻ ഗണപതി എന്ന ചിത്രം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പങ്കുവെച്ച ആ ചിത്രം മാതൃഭൂമിയും ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നു. ബ്രൂവറിയിൽ പിന്നോട്ടില്ല എന്ന തലക്കെട്ടിൽ LDF യോഗത്തിൽ ആ തീരുമാനം പ്രഖ്യാപിച്ച വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. CPIയുടെയും RJDയുടെയും എതിർപ്പുകൾ തള്ളി. 9 ഘടകകക്ഷികൾ മദ്യക്കമ്പനി അനുവദിക്കുന്നതിനെ അനുകൂലിച്ചു. തീരുമാനം മാറ്റേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എലപ്പുള്ളിയിൽ ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകാനുള്ള തീരുമാനം മന്ത്രിസഭയാണ് കൈക്കൊണ്ടത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. ഭൂഗർഭജലം ഉപയോഗിച്ചുള്ള ഒരു പ്ലാന്റും അവിടെ അനുവദിക്കില്ല. മന്ത്രിസഭാ തീരുമാനപ്രകാരം തുടർ നടപടിയും സ്വീകരിച്ചു കഴിഞ്ഞു. കക്ഷി നേതാക്കൾ പ്രകടിപ്പിച്ച ആശങ്ക പരിഗണിക്കും. പക്ഷേ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഭൂഗർഭജലം ഊറ്റില്ല എന്ന തീരുമാനത്തിൽ തൽക്കാലം CPIയും RJD അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തരൂരിൻ്റെ വാർത്തയും പത്രം നൽകുന്നുണ്ട്. അതോടൊപ്പം പരിഹസിച്ച് തരൂർ എന്ന തലക്കെട്ടാണ് അതിന് നൽകുന്നത്. എനിക്കെതിരെയെങ്കിലും നേതാക്കൾ ഒറ്റക്കെട്ടായല്ലോ, തനിക്കെതിരെ നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായതിൽ സന്തോഷമെന്ന് ശശി തരൂർ. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തിയ തരൂർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. തമ്മിലടിച്ച് നിൽക്കുന്നു നമ്മളുടെ നേതാക്കൾ, അതിനിടയിൽ ഈ കാര്യത്തിലെങ്കിലും അവർ ഒരുമിച്ചല്ലോ, ഐക്യത്തോടെ നിന്നല്ലോ എന്നതിൽ സന്തോഷമെന്ന് ചിരിച്ചുകൊണ്ടാണ് തരൂർ ഇന്നലെ അത് പറഞ്ഞത്. ഇന്നലെ ഒരു ശ്രദ്ധേയ നിരീക്ഷണം ഹൈക്കോടതി പങ്കുവച്ചിട്ടുണ്ട്. കൗമാര ബന്ധങ്ങളെ നിയമക്കുരുക്കിലാക്കരുത്. കൗമാരക്കാരുടെ പരസ്പര സമ്മതത്തോടുകൂടിയുള്ള പ്രണയബന്ധങ്ങളെ നിയമക്കുരുക്കിലാക്കരുതെന്ന് ഡൽഹി ഹൈക്കോടതി. പ്രായപൂർത്തിയായിട്ടില്ല എന്നതിൻ്റെ പേരിൽ 18 വയസ്സായവർ ഉൾപ്പെട്ട ബന്ധങ്ങളിൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കോടതി നിരീക്ഷണം. കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം തടയുന്ന നിയമമായ പോക്സോ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. സ്നേഹം മൗലികമായ മാനുഷിക അനുഭവമാണ്. കൗമാരക്കാർക്ക് വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകാൻ അവകാശമുണ്ട്. പരസ്പര സമ്മതമുള്ളിടത്തോളം ഇത്തരം ബന്ധങ്ങളെ അംഗീകരിക്കാനും മാനിക്കാനും നിയമം മാറേണ്ടതുണ്ട്. കൗമാര ബന്ധങ്ങളുടെ കേസുകളിൽ സഹാനുഭൂതിയോടുള്ള സമീപനമാണ് വേണ്ടതെന്ന് പറയുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് 12ാം ക്ലാസ് വിദ്യാർത്ഥിനി 18കാരനോടൊപ്പം വീട് വിട്ടുപോയ സംഭവത്തിൽ പോക്സോ ചുമത്തിയ കേസിലാണ് സുപ്രധാനമായ ഈ നിരീക്ഷണം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ കേരളത്തിന് ഒട്ടക്കാലണ തന്നെ, വീണ്ടും ചതി എന്ന തലക്കെട്ടിലാണ് വാർത്ത. 5 സംസ്ഥാനങ്ങൾക്ക് 1555 കോടി രൂപ കേന്ദ്ര സഹായം ലഭിച്ചു. സഹായം ലഭിച്ച 4 സംസ്ഥാനത്തും പക്ഷേ NDA ഭരണമാണ്. ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും 2ാം തവണയാണ് പണം അനുവദിച്ചിരിക്കുന്നത്. തെലങ്കാന പക്ഷേ NDA അല്ലല്ലോ, തെലങ്കാന ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡി അല്ലേ. ആ ഒരു സ്റ്റേറ്റ് മാത്രമാണ് NDAക്ക് അപ്പുറത്തുള്ളത്. ആന്ധ്രാപ്രദേശിന് 608 കോടി, തെലങ്കാനയ്ക്ക് 231 കോടി, നാഗാലാൻഡിന് 170 കോടി, ഒഡീഷയ്ക്ക് 255 കോടി, ത്രിപുരയ്ക്ക് 288 കോടി, കേരളത്തിന് 0 കോടി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നാളെ തുടങ്ങും എന്ന വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. SFIയുടെ സമ്മേളനത്തിന് ആവേശത്തുടക്കമായി എന്ന വാർത്തയും പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. കൊമ്പനെ വീഴാതെ ചേർത്തുപിടിച്ച് ചങ്ങാതി, സ്നേഹത്തിൻ്റെ ആനപ്പൊക്കം എന്നാണ് ആ തലക്കെട്ടോടുകൂടി ദേശാഭിമാനി ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാധ്യമത്തിൻ്റെ തലക്കെട്ട് ഇടഞ്ഞ് ഗവർണർ, തിരുത്തി സർക്കാർ എന്നുള്ളതാണ്. ഇന്ന് നടക്കുന്ന കൺവെൻഷനിൽ നിന്ന് പല VCമാരും വിട്ടുനിൽക്കും എന്നുകൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർവകലാശാലകളിൽ കേന്ദ്ര സർക്കാരിന് പിടിമുറുക്കാൻ കഴിയുന്ന UGC കരട് റെഗുലേഷനെതിരെ സംസ്ഥാന സർക്കാർ വ്യാഴാഴ്ച നടത്തുന്ന ദേശീയ കൺവെൻഷൻ നടത്തിപ്പിൽ ഇടഞ്ഞ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. കൺവെൻഷനിൽ സർവകലാശാല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ച് അതൃപ്തി അറിയിക്കുകയും തിരുത്തലിന് നിർദ്ദേശിക്കുകയും ചെയ്തു. UGC കരട് റെഗുലേഷനെതിരെ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എതിരെയുള്ള കൺവെൻഷൻ എന്നത് തിരുത്തണമെന്നായിരുന്നു രാജ്ഭവൻ നിലപാട്. ഗവർണറുടെ എതിർപ്പ് മുൻനിർത്തി
മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് UGC കരട് റെഗുലേഷൻ സംബന്ധിച്ചുള്ള ദേശീയ കൺവെൻഷൻ എന്ന രീതിയിൽ ബുധനാഴ്ച രാത്രിയോടെ കത്ത് തിരുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത്. കാരണം സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിപാടിയെ, നയത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു കത്തുണ്ടാവാൻ പാടില്ല. എതിരെയുള്ള കൺവെൻഷൻ എന്നത് തിരുത്തണം എന്ന രാജ്ഭവന്റെ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ബ്രൂവറിയിൽ ഘടകകക്ഷികളുടെ വിയോജിപ്പ് തള്ളി LDF അംഗീകാരം. അനുനയ നീക്കം പൊളിച്ച തരൂർ. രാഹുലിനെ കണ്ടിട്ടും നിലപാടിൽ ഉറച്ചു തന്നെ. മുല്ലപ്പെരിയാർ എല്ലാ ഹർജികളും 3-അംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു. റൂട്ട് പെർമിറ്റിന്റെ കൈക്കൂലിയുടെ വാർത്തയും മാധ്യമം ആദ്യ പേജിൽ നൽകുന്നു. ദ ഹിന്ദുവിൽ രേഖാ ഗുപ്ത ഫസ്റ്റ് ടൈം MLA നെയിംഡ് ആസ് ദില്ലി ചീഫ് മിനിസ്റ്റർ. രേഖാ ഗുപ്ത ആദ്യമായിട്ടാണ് MLA ആവുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള അവസരവും ലഭിച്ചു. സുഷമ സ്വരാജിനും നമ്മളുടെ ഷീലാ ദീക്ഷിത്തിനും അതിഷി മല്ലാനയ്ക്കും ശേഷം 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി മാറുകയാണ് രേഖാ ഗുപ്ത. പർവേഷ് വർമ്മയാണ് ഉപമുഖ്യമന്ത്രിയായി വരിക. നോ വൺ ക്യാൻ ആർഗ്യൂ വിത്ത് മീ, ട്രംപ് ഓൺ റെസിപ്രോക്കൽ താരിഫ്. ഞാനുമായിട്ട് സംവാദമൊന്നും പറ്റത്തില്ല കേട്ടോ. ഞാൻ തർക്കിക്കാനൊന്നുമില്ല, ആരുമായിട്ടും തർക്കിക്കാൻ ഞാനില്ല, ആർക്കും ഞാനുമായി തർക്കിക്കാനും കഴിയില്ല. അത് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് സെഡ് he had made it clear to Prime Minister Narendra Modi that India would not be spared from Washington's reciprocal tariff, emphasizing that nobody can argue with me on tariff structure. Trump. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ.